അഹ്ലുബൈത്തിനെ ആദരിക്കണം, അഹ്ലുബൈത്തിനെ അവഗണിക്കരുത്, ആദരിക്കണം, ബഹുമാനിക്കണം. അവർക്ക് ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുള്ള പരിഗണനകളെ സ്വീകരിക്കണം. പക്ഷേ അവർക്ക് ഇസ്മത്തുണ്ട് എന്ന അതിവാദങ്ങൾ സുന്നത്ത് ജമാഅത്തിനുണ്ടാകില്ല. സുന്നത്ത് ജമാഅത്തിനെ പുരോഗമനവൽക്കരിക്കണം. അല്ലെ, മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ബിദ്അത്ത് രൂപപ്പെടും. സുന്നികൾക്കിടയിൽ തർക്കങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ ഒരു പുരോഗമന സുന്നിയത്ത് രൂപപ്പെടും. രണ്ടും നഷ്ടം എവിടെയാണ്? ദീനിന്റെ ശരിയായ ചിത്രങ്ങൾക്കും സ്വഭാവങ്ങൾക്കും നഷ്ടം സംഭവിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 10-30 കൊല്ലം മുമ്പ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ നമ്മുടെ ഉസ്താദുമാർ സഹിച്ച ത്യാഗത്തിന് 100 ഇരട്ടി പണിയെടുക്കേണ്ട ഒരു കാലമാണിത്. എന്തുകൊണ്ട്? സമസ്ത രൂപീകരിക്കുന്ന കാലത്ത് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കൽ, ഈ പാരമ്പര്യവും പൈതൃകവും നിലനിൽക്കൽ ആലിമീങ്ങളുടെയും സംഘടനയുടെയും മാത്രം ആവശ്യമായിരുന്നില്ല, നാട്ടുകാരുടെ കൂടി ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് നാട്ടുകാർക്ക് അവർക്ക് സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കാൻ അത്ര വലിയ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ഓരോരുത്തർക്കും അവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഇസ്ലാമിക നിയമങ്ങൾ ആരാണോ പറയുന്നത് അവരുടെ കൂടെ പോകാനാണ് ഇഷ്ടം. സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുക എന്നത് ഇവിടെ പൊതുജനങ്ങളുടെ അനിവാര്യതയും ഒന്നുമല്ല. അതുകൊണ്ട് അത് കേവലം നിശ്ചിത ആളുകളിൽ മാത്രം, നമ്മൾ സുന്നത്ത് ജമാഅത്തിനോട് സ്നേഹമുള്ള ആളുകളുടെ മാത്രം ഒരു ആവശ്യമായി പരിമിതപ്പെട്ടു പോവുകയാണ്. അതിനർത്ഥം എന്നാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ സുന്നി സംസ്കാരത്തെ ദുർബലപ്പെടുത്തി കളയുന്ന, അതിന്റെ വീര്യവും ദീപശിഖയും കെടുത്തിക്കളയുന്ന ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ 100 ഇരട്ടി ശ്രമങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ സംഘടനയുടെ ക്യാമ്പയിനുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ, എന്റെ കുടുംബത്തിനോട് ഞാൻ, എന്റെ കൂട്ടുകാരോട്, എന്റെ വൃത്തത്തിലുള്ളവരോട് അവർക്കിടയിലേക്ക് ഈ സംസ്കാരത്തെ പകർന്നുകൊടുത്ത് മഹബത്തിന്റെ, ആദരവിന്റെ, സ്നേഹത്തിന്റെ, ആധ്യാത്മികതയുടെ, മശായിഖുമാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പോയി ചെന്നെത്തുന്നത് മതയുക്തിവാദത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്കായിരിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടി, ഭാവിയിൽ പരിശുദ്ധ ഇസ്ലാം ഇവിടെ കൃത്യമായി അതിന്റെ തനിമയോടുകൂടി തനതായ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. സുന്നത്തു ജമാഅത്താണ് സംരക്ഷിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ തനിമയെ കൃത്യമായി പരിഗണിക്കുന്ന ഒരു ആശയം സുന്നത്തു ജമാഅത്താണ്. സുന്നത്തു ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് കേവലം തർക്കിക്കപ്പെടുന്ന ആശയങ്ങളല്ല, എഴുതപ്പെടുന്ന ആദർശങ്ങളല്ല, പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളല്ല. അതൊരു സംസ്കാരമാണ്, അതൊരു ശീലമാണ്, അതൊരു സ്വഭാവമാണ്. സുന്നത്തു ജമാഅത്ത് ഒരു സ്വഭാവമാണ്. ആ സംസ്കാരത്തെ നിർമ്മിക്കുന്നത് അദബാണ്, ആദരവാണ്, അനുസരണയാണ്. ഒരു വേദിയിലേക്ക് ഒരു ആലിമ കയറി വരുമ്പോൾ, ഒരു സയ്യിദ് കയറി വരുമ്പോൾ ആ ആലിമിനെയും സയ്യിദിനെയും ആദരിക്കണം, ബഹുമാനിക്കണം, അവരുടെ കൈപിടിച്ച് മുത്തണം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന വിധേയപ്പെടലിന്റെ മനസ്സ്, ഇതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം പക്ഷേ ഇസ്ലാമിനകത്ത് നവീകരണം തിരയുന്ന ആളുകൾക്കുണ്ടാകില്ല. അവർക്ക് അയാളും ഒരു മനുഷ്യൻ, ഞാനും ഒരു മനുഷ്യൻ, ഞാനെന്തിന് അവർക്കും എഴുന്നേറ്റ് നിൽക്കണമെന്ന ദാഷ്ട്യ മനോഭാവമാണ് ഉണ്ടാവുക. മതത്തിനകത്ത് പ്രത്യേകം കാറ്റഗറികളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മതനവീകരണവാദികൾ എല്ലാ കാലത്തും പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് സുന്നത്തു ജമാഅത്ത് ഒരു സംസ്കാരമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അനുസരണയുടെ സംസ്കാരത്തെ, സ്നേഹത്തിന്റെ സംസ്കാരത്തെ, റബ്ബിനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, മഹാത്മാക്കളോടുള്ള സ്നേഹം, മഹത്തുക്കളുടെ മഹാത്മ്യത്തെ പറയുക, അവരുടെ സ്ഥാനങ്ങളെ വിലമതിക്കുക, അവരെ ആദരിക്കുക, അവരെ പിന്തുടർന്നുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക, ഇങ്ങനെ ഒരു സംസ്കാരത്തിന്റെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്നാൽ ആ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കുക എന്നതാണ് ബിദ്അത്ത് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത്. ലോകത്ത് ആദ്യ നൂറ്റാണ്ട് മുതൽ പ്രത്യക്ഷപ്പെട്ട ഓരോ ബിദ്അത്തിനെ എടുത്ത് പരിശോധിച്ചാലും ആ ബിദ്അത്തുകാരൊന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ടവയായിരുന്നില്ല. അതൊക്കെ സമൂഹത്തിലുണ്ടായ ഒരു ഫിത്നയുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് രൂപം കൊണ്ടവയാണ്. സമൂഹത്തിൽ ഒരു ഫിത്നയുണ്ടാകുമ്പോൾ ആ ഫിത്ന അവസാനിക്കുന്നത് ഒരു ബിദ്അത്തിന്റെ പുതിയ സംഘത്തിന്റെ ജനനത്തോടു കൂടിയായിരിക്കും. എല്ലാ ഫിത്നകളും അങ്ങനെയാണ്. നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിനിടയിലുണ്ടായ ആദ്യകാലത്തെ ഫിത്ന, ഹിജറയുടെ 40-ാം വർഷത്തിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഫിത്ന, ആ ഫിത്നയുടെ കാലഘട്ടം അവസാനിക്കുമ്പോൾ, ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ ഫിത്ന അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഫിത്ന അവസാനിക്കുന്നത്? ഖവാരിജ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ജന്മം നൽകിയിട്ടാണ് ആ ഫിത്ന അവസാനിച്ചത്. ഖവാരിജ് മുന്നോട്ട് വെച്ച ആശയം എന്താണ്? കേൾക്കാൻ ചന്തമുള്ള വാക്കായിരുന്നു, അല്ലേ? ഈ കാണുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ എങ്ങനെ സ്വീകരിക്കാം? അവർ മനുഷ്യരല്ലേ, അതുകൊണ്ട് മനുഷ്യർക്ക് തെറ്റുപറ്റാം. നമ്മൾ ആ മനുഷ്യരെ ഫോളോ ചെയ്യേണ്ടതില്ല. നമുക്ക് മനുഷ്യരെ ഫോളോ ചെയ്യാതെ ആ മനുഷ്യരൊക്കെ സ്വീകരിക്കുന്ന നിയമത്തിന്റെ സ്രോതസ്സായ ഖുർആനിനെ സ്വീകരിക്കാം. കേൾക്കാൻ നല്ല ആനന്ദമുള്ള വർത്തമാനമാണ്. അവരുടെ ജീവിതശൈലി എങ്ങനെയാണ്? പള്ളിയിൽ പൂർണ്ണ സമയം എഴുത്തിക്കാഫിരിക്കുന്ന, താഴോട്ട് മാത്രം നോക്കി നടക്കുന്ന, കണങ്കാല് വരെ വസ്ത്രം ധരിച്ച് നിസ്കാരത്തിന്റെ അടയാളങ്ങൾ നെറ്റിയിൽ സൂക്ഷിച്ചിട്ടുള്ള മനുഷ്യരാണ്. പക്ഷെ അവരുടെ പ്രശ്നം എന്താണ്? അവർ പാരമ്പര്യത്തെ നിഷേധിച്ചവരാണ്. തങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള തലമുറയുടെ വിശ്വാസതയെ ചോദ്യം ചെയ്തവരാണ്.
സ്വഹാബത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തവരാണ്. ഈ ഖവാരിജ് ഇതിനോടുള്ള പ്രതികരണമായി കൊണ്ടാണ് അടുത്തൊരു വിധേയ കക്ഷി ഉണ്ടാകുന്നത്. ഖവാരിജ് സ്വഹാബത്തിനെ നിഷേധിച്ചപ്പോ, സ്വഹാബത്തിന്റെയും ഖിലാഫത്തിന്റെയും പദവികളെ നിഷേധിച്ചപ്പോ, അഹ്ലുൽ ബൈത്തിനോട് മോശമായി സമീപനം സ്വീകരിച്ചപ്പോ അവരോട് പ്രതികരണമായി കൊണ്ടാണ് റാഫിദിയ്യത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ആ റാഫിദിയ്യത്തോ മറ്റൊരു ഉഗ്രവാദമായിരുന്നു, മറ്റൊരു എക്സ്ട്രീം വാദമാണ്. അവർ പറഞ്ഞത് ഇവർ സ്വഹാബത്തിനെ പൂർണ്ണമായി, അഹ്ലുൽ ബൈത്തിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന ഖവാരിജ് വന്നപ്പോൾ അഹ്ലുൽ ബൈത്തിനെ അമിതമായ പ്രാധാന്യം കൊടുത്തു. അഹ്ലുൽ ബൈത്തിന് ഇസ്മത്തുണ്ടെന്ന് വാദിച്ചു, അവർക്ക് മാത്രമേ ഖിലാഫത്ത് ഉണ്ടാകാവൂ എന്ന് വാദിച്ചു. അതിനുവേണ്ടി ഹദീസുകളെ കെട്ടിച്ചമച്ചു. ഇങ്ങനെ രണ്ട് എക്സ്ട്രീമിസ്റ്റ് വാദങ്ങൾ, ആ വാദങ്ങൾക്ക് മധ്യയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്ത് ഇത് രണ്ടിന്റെയും മധ്യയാണ്. എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബൈത്തിനെ ആദരിക്കണം, അഹ്ലുൽ ബൈത്തിനെ അവഗണിക്കരുത്, ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുള്ള പരിഗണനകളെ സ്വീകരിക്കണം. പക്ഷേ അവർക്ക് ഇസ്മത്തുണ്ട് എന്ന അതിവാദങ്ങൾ സുന്നത്ത് ജമാഅത്തിന് ഉണ്ടാകില്ല. സമാനമായി പ്രത്യക്ഷപ്പെട്ട ഈ ഗ്രീക്ക് യവന ചിന്തകൾ, യവന ഭൗതിക ചിന്തകൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയും മുസ്ലിം സമൂഹത്തെ അത് കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്തപ്പോഴാണ് ആ ഫിത്നയുടെ ബൈ പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് മുഅ്തസിലിയ്യത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്താ മുഅ്തസിലിയത്തിന്റെ വാദം? ബുദ്ധിപരമായിട്ട് മാത്രം ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ ഇസ്ലാമിൽ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. ഇസ്ലാമിനെ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കണം. നല്ല വർത്തമാനമാണത്. എന്തുകൊണ്ട്? ബുദ്ധിപരമായിട്ട് മാത്രം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഇസ്ലാമിൽ ഉള്ളൂ എങ്കിൽ പ്രബോധനം വളരെ എളുപ്പമാണ്. അവനവന്റെ കേവല ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്ത കാര്യങ്ങളെ തള്ളാൻ എളുപ്പമാണ്. അതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. കബറിൽ ശിക്ഷയുണ്ടാകില്ല. എന്തുകൊണ്ട്? ഒരാൾ മരണപ്പെട്ടു പോയാൽ അതൊരു കല്ല് പോലെയാണ്, പിന്നെ ശിക്ഷിക്കാൻ കഴിയില്ല. സിറാത്തു പാലമില്ല. അങ്ങനത്തെ ഒരു പാലം ഉണ്ട് എന്ന് വന്നാൽ തന്നെ അതിന്റെ മുകളിലൂടെ നടക്കൽ തന്നെ ഒരു ശിക്ഷയാണ്. അതുണ്ടാകാൻ പാടില്ല. ഇത് ആളുകൾക്ക് ബുദ്ധിക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. മനുഷ്യന്റെ കുഞ്ഞു ബുദ്ധിക്ക് അനുസരിച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്ന മതം മാത്രം മതി എന്ന് മുഅ്തസിലികൾ പറഞ്ഞു. എന്നാൽ ആ മുഅ്തസിലികൾക്ക് വിരുദ്ധമായി പ്രത്യക്ഷപ്പെടുന്ന മറ്റനേകം മതിവാദങ്ങൾ ഉണ്ടായി. ഖദരിയ്യത്തുണ്ടായി, ജബരിയ്യത്തുണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു, ചില ആളുകൾ ചോദിച്ചു, അല്ലാഹുവല്ലേ നന്മയും തിന്മയും അടക്കുന്നത്? എല്ലാം അല്ലാഹുവല്ലേ, എങ്കിൽ പിന്നെ എന്തിനാണ് തിന്മ പടക്കുന്ന അല്ലാഹു? ആ തിന്മ പടക്കുന്നതും അല്ലാഹു, തിന്മ ചെയ്യുന്ന ആളെ ശിക്ഷിക്കുന്നതും അല്ലാഹു. ഇത് ശരിയല്ലല്ലോ. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖദർ എന്ന് പറയുന്ന ഒന്നില്ല, എല്ലാം അല്ലാഹു, എല്ലാ മനുഷ്യന്റെ തീരുമാനം മാത്രമാണ്, അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പൊ അതിനോട് എതിരായിട്ട് മറ്റൊരു കൂട്ടർ വന്നു. അവർ പറഞ്ഞു, മനുഷ്യർക്ക് ഒരു റോളുമില്ല, മനുഷ്യർ റോബോട്ട്, യന്ത്രം പോലെയാണ്, എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. ഈ രണ്ട് അതിവാദങ്ങൾക്ക് മധ്യയായിരുന്നു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്ത് എന്താ പറഞ്ഞത്? ഇവിടെ ഖദറുണ്ട്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളുണ്ട്, അതോടൊപ്പം മനുഷ്യന് ഇച്ഛാ സ്വാതന്ത്ര്യവുമുണ്ട്, മനുഷ്യന് കസ്ബുണ്ട്, അവന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. എന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് മദ്യവും ഉണ്ടെങ്കിൽ ഇതിൽ ഏതു വേണം എനിക്ക് എന്ന് തെരഞ്ഞെടുക്കേണ്ടത് എന്റെ തീരുമാനമാണ്, അതെന്റെ തീരുമാനമാണ്. ഇത് വെള്ളം വേണോ? അതാര് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചതാണ്. മദ്യം വേണോ? ആര് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഞാൻ തെരഞ്ഞെടുത്ത ഈ വെള്ളം എനിക്ക് കുടിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുദ്റത്തുണ്ടാകണം, അള്ളാഹുവിന്റെ ഇറാദത്തുണ്ടാകണം. അതുണ്ടെങ്കിൽ എന്റെ കൈ അങ്ങോട്ട് പോകൂ, എനിക്കത് പിടിക്കാൻ കഴിയൂ, എനിക്കത് കുടിക്കാൻ കഴിയൂ. പക്ഷെ തീരുമാനം എന്റേതായിരുന്നു. ആ തീരുമാനത്തെയാണ് അള്ളാഹു നാളെ ചോദ്യം ചെയ്യുക. അങ്ങനെ ഒരു തീരുമാനം എനിക്കുണ്ടാകാൻ പാടില്ല എന്ന് പടച്ചറബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഖദറിനെയും ഖലാഇനെയും കസ്ബിനെയും ഇഖ്തിയാറിനെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു വിശ്വാസ ശാസ്ത്ര പദ്ധതി, ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഒരു കൂട്ടർ ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും പുതിയ ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോ ആ ഫിത്നയുടെ പ്രൊഡക്റ്റ് ആയിക്കൊണ്ടാണ് ബിദ്അത്ത് ഉണ്ടായത്. ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു ഫിത്നയാണ് മോഡേണിസം എന്ന് പറയുന്നത്. ലോകത്ത് എല്ലാ വിഭാഗം മനുഷ്യരും വെസ്റ്റേൺ ഐഡിയോളജിക്ക് അനുസരിച്ച്, ശാസ്ത്രബോധത്തിനനുസരിച്ച്, യൂറോപ്യരുടെ ചിന്തകൾക്കനുസരിച്ച് മാത്രമായിരിക്കണം അവരുടെ ഐഡിയോളജികൾ നിലനിൽക്കാവൂ എന്ന ഒരു പൊതുധാരണ രൂപപ്പെടുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു ഇസ്ലാമിന്റെ നിയമങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമിന്റേതായിട്ടുണ്ടാകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഈ ഫിത്നയുടെ തുടർച്ചയായിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഇസ്ലാമിക് മോഡേണിസമാണ് ഈ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ബിദ്അത്തിന്റെ സലഫിയ്യത്തിന്റെ പേര്. ഈ സലഫിയ്യത്ത് അതൊരു നിഷ്കളങ്കതയുടെ ഉത്തരമായിരുന്നില്ല. രണ്ട് ഫിത്നകളുടെ, മുസ്ലിം സമൂഹത്തിൽ രാഷ്ട്രീയമായി സംഭവിച്ച ഒരു ഫിത്നയുടെയും ഭൗതികമായി സംഭവിച്ച ഒരു ഫിത്നയുടെയും ഉത്തരമാണ് വഹാബിസം. രാഷ്ട്രീയമായിട്ടുള്ള ഫിത്ന എങ്ങനെയാണ്? ഇസ്ലാമിക ഖിലാഫത്ത് അത് മുസ്ലിമിന്റെ ഒറ്റ നേതൃത്വമാണ്, മുസ്ലിമിന്റെ മേൽവിലാസമാണ്, ലോക മുസ്ലിമീങ്ങളുടെ മേൽവിലാസമാണ്. ആ മുസ്ലിമീങ്ങളെ മേൽവിലാസമില്ലാത്തവരായി, രാഷ്ട്രീയ മേൽവിലാസമില്ലാത്തവരായി, ഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്നവരാക്കി, അഭയാർത്ഥികളാക്കി മാറ്റുക എന്നത് ഇവിടെ ശത്രുവിന്റെ ആവശ്യമായിരുന്നു. അതിന് ശത്രുവിന് എന്ത് വേണം? ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കണം. ഖിലാഫത്തിനെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ അറബികളായ ആളുകളെ വശീകരിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാക്കി തരാമെന്ന വാക്ക് കൊടുത്തിട്ട് അതിന്റെ പിമ്പരത്തിൽ അവരെ മുസ്ലിം ഖിലാഫത്തിനെതിരെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്നുള്ള
കൈപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗത്തെ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ ഇന്ത്യയിൽ നിന്നുണ്ടാക്കി. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഖാദിയാനിസം. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ആ ഖാദിയാനികളാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നാമത്തെ സമരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായത് മുസ്ലിംകളായിരുന്നുവെങ്കിൽ ആ സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഇന്ത്യക്കെതിരെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരെ സമരം നയിച്ച ആളുകളാണ് ഇവിടുത്തെ മീർസയുടെ മുൻഗാമികൾ എന്ന് പറയുന്ന ആളുകൾ, മീർസയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ഞാൻ ചെലവഴിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഫത്വകൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യരുത് എന്ന് ഫത്വ ഇറക്കാനാണ് ഞാൻ എന്റെ സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. ഖാദിയാനിയുടെ വാദമായിരുന്നു. അതിന് സമ്മാനമായിട്ട് ഖാദിയാനിക്ക് ബ്രിട്ടനിൽ ആസ്ഥാനം ഉണ്ടാക്കി കൊടുത്തു. സമാനമായി അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹിജാസിൽ മുസ്ലിമീങ്ങൾക്കെതിരെ വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കണം. മുസ്ലിമീങ്ങൾക്കെതിരെ ഹിജാസിൽ ഉണ്ടാക്കിയെടുത്ത വിഭാഗമാണ് വഹാബികൾ. ആ വഹാബികൾക്കിടയിലേക്ക് ലോറൻസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയായ ഒരു സൈനാധിപനെ കൊണ്ടുപോയിട്ടു. അവർ തമ്മിൽ കരാറുണ്ടാക്കി. എന്താ കരാറ്? തുർക്കി ഖിലാഫത്തിനെതിരെ, ഉസ്മാനി ഖിലാഫത്തിനെതിരെ ബ്രിട്ടീഷുകാരെ പോരാട്ടം നയിക്കുമ്പോ അതിനെ സഹായിക്കും ആര്? അറബികൾ. അതിന് പകരമായിട്ടോ അറബികൾക്ക് സ്വന്തമായിട്ട് രാജ്യം കൊടുക്കും. അതിനുവേണ്ടി പണിയെടുത്തു. ആ ലോറൻസിനെ നിയമിച്ചു. ലോറൻസിന്റെ ബുദ്ധിയിലാണ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉടലെടുക്കുന്നതും തുർക്കി ഖിലാഫത്തിനെ അവർ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ഒറ്റുകൊടുക്കുന്നതും. അവർ കരാറുണ്ടാക്കി 1917. ആ കരാറിന്റെ പുറത്ത് എല്ലാ മാസവും 5000 പൗണ്ട് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കുമായിരുന്നു അന്നത്തെ സൗദി അറേബ്യയുടെ രൂപീകരണത്തിന് മുമ്പുള്ള നേതാക്കന്മാർ. തുർക്കി ഖിലാഫത്ത് പൊളിഞ്ഞു. ആ പൊളിഞ്ഞപ്പോൾ ഇവർ മൗനം പാലിച്ചു. അതിന് സമ്മാനമായി 1930 ആകുമ്പോഴേക്ക് ഇവർക്ക് സൗദി ഭരണകൂടത്തിന് ഒരു രാജ്യമുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് 1932 ഇംഗ്ലണ്ടിൽ അവിടെ ഒരു ഖാദിയാനി പള്ളി, അവിടെ ആസ്ഥാന പള്ളി മസ്ജിദ് ഫളിൽ എന്ന് ഖാദിയാനി പള്ളി. ആ ഖാദിയാനി പള്ളിയുടെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനത്തിന്റെ ചിത്രം ഇന്ന് നിങ്ങൾക്ക് കാണാം. ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് ബ്രിട്ടീഷുകാരുണ്ട്, അതുപോലെ ഖാദിയാനികളുടെ നേതാക്കന്മാരുണ്ട്. കൂട്ടത്തിലുള്ളത് അന്നത്തെ സൗദി അറേബ്യയുടെ ഭരണാധികാരിയാണ്. ഖാദിയാനി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തുള്ള ഒരു വിഭാഗത്തിന്റെ പള്ളി ഉദ്ഘാടനത്തിന് പോകാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? രണ്ടു കൂട്ടരുടെയും പിതാവ് ഒന്നാണ്. രണ്ടു കൂട്ടർക്കും ഇതിന് വളമൊരുക്കി കൊടുത്ത, ചെല്ലും ചെലവും കൊടുക്കുന്ന തങ്ങളുടെ സ്രോതസ് ഒന്നാണ് ബ്രിട്ടീഷുകാർ. ഏതാ 1932 എന്നറിയോ? ആ 1930കളുടെ ആരംഭത്തിലാണ് സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനം ഫറോക്കിൽ നടക്കുന്നത്. ആ ഫറോക്ക് സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുജാഹിദുകാർ സമ്മേളനം നിർത്തിവെക്കാൻ വേണ്ടി കോടതിയിൽ പരാതി കൊടുത്തിട്ട് വലിയ നിയമപരമായ വെല്ലുവിളികൾക്കിടയിൽ നമ്മുടെ ഉലമാ നടത്തിയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയമായ വെല്ലുവിളികൾ ഉണ്ടായിട്ടും സാമൂഹ്യമായ വെല്ലുവിളികൾ ഉണ്ടായിട്ടും മലബാർ സമരത്തിന്റെ വേദനിപ്പിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടും അതിനെ വകവെക്കാതെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ഇസ്ലാമിനെ നിലനിർത്താൻ അന്ന് ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഖാദിയാനി ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി, ആകാശത്തിന് കീഴെ ആദ്യമായി ഖാദിയാനികൾ ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയാൻ ആർജവം കാണിച്ചിട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അങ്ങനെ സമസ്ത ആർജവം കാണിക്കുന്ന കാലത്ത് ആ ഖാദിയാനിയുമായി സൗഹൃദത്തിന്റെ വേദി പങ്കിട്ട് പള്ളി ഉദ്ഘാടനത്തിന് പോയി സഹകരിച്ചു കൊടുത്തവന്റെ പേരാണ് വഹാബി. ഈ അന്തർധാരയെ നമ്മൾ മനസ്സിലാക്കണം. ഈ മുസ്ലിം സമൂഹത്തെ രാഷ്ട്രീയമായി ഒറ്റുകൊടുക്കപ്പെട്ട ഫിത്നയുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയ സമ്മാനത്തിന്റെ പേരാണ് വഹാബി രാജ്യം. ഒരു ഭാഗത്ത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന്റെ വേട്ടയാടപ്പെട്ടു, മറുഭാഗത്ത് ഇന്റലക്ച്വലി ദൈക്ഷണികമായി വേട്ടയാടപ്പെട്ടു. ആ ദൈക്ഷണികമായി വേട്ടയാടപ്പെടുകയാണ്. എങ്ങനെ? ഇസ്ലാമിനെ ഭൗതികതക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കണം. അതിന്റെ ശ്രമങ്ങളാണ് ഈജിപ്തിൽ ഉണ്ടായത്. ആ ഈജിപ്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിദ എന്നീ പറയപ്പെടുന്ന ത്രയങ്ങൾ, ആ ത്രയങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു? ഇസ്ലാമിനെ ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കണം. ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനിലെ മുഅ്ജിസത്തുകളെ തള്ളിക്കളഞ്ഞു, വഹീനെ നിരാകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും അദൃശ്യമായ മഹാത്മ്യങ്ങളെ അവർ അപ്രസക്തമാക്കി കളഞ്ഞു. എന്നിട്ട് അവർ എന്താ പറഞ്ഞത്? റഷീദ് റിദ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ, ആ തഫ്സീറുൽ മനാറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ കുറെ അത്ഭുത കഥകളുണ്ട്. ഏതൊക്കെ അത്ഭുത കഥകൾ? സുലൈമാൻ നബിയോട് ഉറുമ്പ് വർത്താനം പറഞ്ഞു. മൂസാ നബി കടലിലടിച്ചപ്പോൾ കടൽ രണ്ടായിട്ട് പിളർന്നു. അബാബീൽ പക്ഷിയുടെ ചെറിയ കൊക്കിൽ നിന്ന് വീണ ചെറിയ മണിക്കല്ല് കൊണ്ട് ആന ചത്തുപോയി. ഇതൊക്കെ അത്ഭുത കഥകളല്ലേ? ഇതൊക്കെ മനുഷ്യന്മാർ വിശ്വസിക്കുകയോ? അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള അതിശയോക്തി നിറഞ്ഞ കഥകളില്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ കൂടുതൽ ഫ്രഞ്ചുകാർക്ക് സ്വീകാര്യമായേനെ. ആരുടെ ഔദാര്യം? റഷീദ് റിദ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണ്.
പടച്ചോനെയാണ് പഠിപ്പിക്കുന്നത്. ഈ കഥകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ കുറെ കൂടി നന്നായേനെ. ആ വാദങ്ങൾ അപ്പടി പകർത്തി കേരളത്തിലേക്ക് ആ ആശയത്തെ ദിവ്യവാക്യമായി സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ജന്മം കൊടുക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ ആശയ സ്രോതസ്സുകളായിട്ട് അന്ന് പരിചയപ്പെടുത്തിയത്, ഇവിടെ കേരളത്തിൽ വലിയ ആശയ സ്രോതസ്സുകളായിട്ട് അവർ പരിചയപ്പെടുത്തിയത് ഈ പറയപ്പെടുന്ന 3 ത്രയങ്ങളെയാണ്. ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനിയെ, മറ്റൊന്ന് മുഹമ്മദ് അബ്ദുവിനെ, മറ്റൊന്ന് റഷീദ് റിളയെ. ഈ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് അന്ന് ലോകത്ത് ചർച്ചകളുണ്ട്, വിമർശനങ്ങളുണ്ട്. ആ കാലത്ത് വക്കം മൗലവിയെ കുറിച്ചുള്ള സ്മരണകൾ എഴുതപ്പെട്ട പുസ്തകത്തിൽ കാണാം. വക്കം മൗലവി അദ്ദേഹത്തെ കുറിച്ച് റഹിമഹുല്ല എന്ന് കൂട്ടിയിട്ടല്ലാതെ പറയാറുണ്ടായിരുന്നില്ല. വക്കം മൗലവിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 3 വ്യക്തികൾ, ഇവരിൽ നിന്നാണ് ഇസ്ലാമിനെ സ്വീകരിച്ചത്, ഇവരിൽ നിന്നാണ് പുതിയ ആശയത്തെ സ്വീകരിച്ചത്. ഈ ആശയമാണ് കേരളത്തിൽ പരിചയപ്പെടുത്തിയത്. ഈ ആശയത്തെയാണ് അവർ കേരളത്തിൽ പരിചയപ്പെടുത്തിയത്. തഫ്സീറുൽ മനാർ, അൽ മനാർ എന്ന ആ തഫ്സീറുൽ മനാർ റഷീദ് റിളയുടെ പുസ്തകം, ആ പുസ്തകത്തിന് ആ പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് ദീപിക എന്ന ഒരു പത്രം സാക്ഷാൽ വക്കം മൗലവി കേരളത്തിൽ നടത്തിയത്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? കേരളത്തിൽ മുജാഹിദുകൾ തന്നെ പറയുകയാണ്, നമ്മുടെ ഈജിപ്ഷ്യൻ നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ് കേരളത്തിൽ ഉണ്ടായത്. ആ കേരളത്തിലുണ്ടായ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ അഫ്ദൽ ഉലമ സിലബസുകളിൽ, നമ്മുടെ നാട്ടിലെ നമ്മുടെ കോളേജുകളിൽ, അറബി കോളേജുകളിലൊക്കെ മുഹമ്മദ് അബ്ദുവിന്റെയും ഒക്കെ കിതാബ് റിസാലത്ത് തൗഹീദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈജിപ്തിലെ ഇസ്ലാഹി പണ്ഡിതരുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിന്റെ അനന്തരഫലം ഉണ്ടായത് എന്താണ്? അവർ ഇസ്ലാമിനെ പുരോഗമനമാക്കാനാണ് തുടങ്ങിയത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി 923 ആദ്യത്തെ ഐക്യ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് തവസ്സുലും ഇസ്തിഹാസയും നിഷേധിക്കുകയല്ല ചെയ്തത്. ആദ്യമായിട്ട് അവർ തവസ്സുൽ പാടില്ല, ഇസ്തിഹാസ പാടില്ല, മുസ്ലിങ്ങൾ മുശ്രിക്കാണ് എന്നല്ല പറഞ്ഞത്. ആദ്യമായിട്ട് വിളിച്ചു ചേർത്ത ആദ്യത്തെ യോഗത്തിൽ രണ്ടേ ആവശ്യങ്ങളാണ് വക്കം മൗലവി പറഞ്ഞത്. രണ്ടേ ആവശ്യങ്ങൾ. ഒന്നാമത് എന്തായിരുന്നു? മുസ്ലിം പള്ളികളിൽ ജോലിക്ക് നിൽക്കുന്ന ഖത്തീബുമാർ പുരോഗമന മുസ്ലിങ്ങളായിരിക്കണം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല പുരോഗമനമുള്ള മുസ്ലിങ്ങൾ, ലോകത്തിന്റെ വിവിധ കാര്യങ്ങൾ നടക്കുന്ന പുരോഗമന വർത്തമാനങ്ങൾ പറയുന്ന പുരോഗമനമുള്ള പണ്ഡിതന്മാരായിരിക്കണം. ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്തായിരുന്നു? പള്ളിയിൽ നിർവഹിക്കുന്ന ഖുത്ബ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ, ആ ഖുത്ബ പിന്നെ ജുമുഅക്കും വിവാഹത്തിനും നടക്കുന്ന പ്രസംഗം മലയാളത്തിലാകണം. രണ്ടേ ആവശ്യമാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത്. ഈ 2 ആവശ്യങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചില്ല. പുരോഗമനം നല്ല വാക്കല്ലേ, പുരോഗതി നല്ല വാക്കല്ലേ. പക്ഷേ ഈ പുരോഗമനത്തിന്റെ പിന്നിൽ ഒളിച്ചു കടത്തപ്പെടുന്നത് ഒരു പുതിയ സൈദ്ധാന്തികതയാണ്, ഒരു ആധുനികതയാണ്, ഒരു സെക്കുലർ ചെയ്യപ്പെടുന്ന ഒരു ഇസ്ലാമിനെയാണ്. അത് ഇസ്ലാമിന്റെ സത്തയെ ചോർത്തിക്കളയലാണ്. അങ്ങനെ വക്കം മൗലവി ഈ ആശയം സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടായി? ആ റഷീദ് റിള പഠിപ്പിച്ച ആശയങ്ങൾ അതേപടി പകർത്തിയിട്ടാണ് പിൽക്കാലത്ത് വന്ന മുജാഹിദുകൾ കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവനും കാഫിറാക്കിയത്. കേരളത്തിലെ മുസ്ലിങ്ങളെ കാഫിറാക്കാൻ അവർ പറഞ്ഞ ന്യായം എന്താണ്? കേരളത്തിലെ മുസ്ലിമീങ്ങൾ, സുന്നികളായ ആളുകൾ ഇവിടെയുള്ള പിന്നെ മുൻഗാമികളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ സഹായം തേടുന്നുണ്ട്, അവരെ ആദരിക്കുന്നുണ്ട്. ഈ ആദരവ് ആരാധനയാണ്. ഈ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. അതുകൊണ്ട് അത് ശിർക്കാണ്. അതുകൊണ്ട് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണ്. എവിടെയാണ് ഇവർക്ക് അപകടം സംഭവിച്ചത്? ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ല എന്ന് പറയില്ലേ, അതുപോലെ അപകടം സംഭവിച്ചത് എവിടെയാണ്? ആരാധനക്ക് ലോകത്ത് ഇന്ന് വരെ ഒരാളും പറയാത്ത അർത്ഥം, ഒരാളും ഇന്ന് വരെ പറയാത്ത അർത്ഥം, ആ അർത്ഥത്തെ ഇബാദത്തിന്റെ അർത്ഥമായിട്ട് സ്വീകരിച്ചു. അതാരാ പറഞ്ഞത്? റഷീദ് റിളയാണ് പറഞ്ഞത്. അത് സാക്ഷാൽ മുജാഹിദുകൾ തന്നെ അവിടെ അൽ ഇസ്ലാഹ് മാസികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? ഇബാദത്തിന് റഷീദ് റിള തഫ്സീറുൽ മനാറിൽ പറഞ്ഞ അർത്ഥം ലോകത്തൊരു പണ്ഡിതനും ഇതുവരെ പറയാത്തതാണ്. ആ അർത്ഥം സ്വീകരിച്ചിട്ടാണ് ഇവിടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കിയത്, കാഫിറാക്കിയത്. പക്ഷെ പിന്നെ എന്താ ഉണ്ടായത്? ആവേശത്തിന് കയറി പുരോഗമനത്തിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോയി. വക്കം മൗലവി പെട്ടെന്ന് മരിച്ചുപോയി. വക്കം മൗലവിക്ക് ശേഷം വന്ന ആളുകൾ ഇതുകൊണ്ട് ചെന്നെത്തിപ്പെട്ട അപകടത്തിന്റെ പിന്നെ തീക്ഷ്ണത എത്രയാണ്? അത് പിന്നെ സ്വതന്ത്രമായി ജിത്തിഹാദിലേക്ക് എത്തി, മദ്ഹബ് നിഷേധത്തിലേക്ക് എത്തി, മഹാന്മാരെ ധിക്കരിക്കുന്നതിലേക്ക് എത്തി, മുസ്ലിങ്ങളെ കാഫിറാക്കുന്നതിലേക്ക് എത്തി. ഈ ഒരൊറ്റ വാദത്തിന്റെ പേരിൽ. എന്നാൽ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയോ? ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഈ സാക്ഷാൽ ജമാലുദ്ദീൻ അഫ്ഗാനി പാശ്ചാത്യൻ ഏജന്റാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു, എഴുതി, പ്രസംഗിച്ചു, ഉത്ബോധിപ്പിച്ചു. മുഹമ്മദ് അബ്ദു ഹദീസ് നിഷേധിയാണെന്ന് അന്ന് നമ്മൾ പറഞ്ഞു, എഴുതി, പ്രചരിപ്പിച്ചു. റഷീദ് റിള യുക്തിവാദിയാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ആളുകളെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുജാഹിദുകൾ നമ്മളെ പരിഹസിച്ചു. പക്ഷെ ഇന്ന് അതേ മുജാഹിദ് വിഭാഗങ്ങൾക്ക് തന്നെ ഇത് അംഗീകരിക്കേണ്ടി വന്നു. ഈ പറയപ്പെട്ട 3 ത്രിമൂർത്തികളും, ആ ത്രിമൂർത്തികളും ഓറിയന്റലിസ്റ്റുകളുടെ, മോഡേണിസ്റ്റുകളുടെ ചുവട് പിടിച്ച് അവരുടെ പിഴച്ച വാദങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു വന്ന
ആധുനിക ഹദീസ് നിഷേധത്തിന്റെ വേരുകളുടെ ഉടമസ്ഥരാണ് എന്ന് സാക്ഷാൽ മുജാഹിദുകൾ തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ്. വിശുദ്ധ മുജാഹിദ് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട് ഹദീസ് നിഷേധം അന്നും ഇന്നും. എന്താ ചർച്ച ചെയ്യാൻ കാരണം? കേരളത്തിൽ പുതിയ ഒരു വിഭാഗം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഹദീസുകൾ വേണ്ട. പരപ്പനങ്ങാടിയിൽ 2 മുജാഹിദ് ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കമാണ്. എന്താ തർക്കം? ഒരു കൂട്ടർ പറയുന്നു നിങ്ങൾ 3500-ൽ പരം ഹദീസുകൾ തള്ളി. അപ്പൊ മറുകൂട്ടർ പറയുന്നു നിങ്ങൾ ഖുർആനിലെ ആയത്ത് തന്നെ തള്ളി. ഇങ്ങനെ ഖണ്ഡന മത്സരം നടക്കുകയാണ്. ഹദീസുമായി ബന്ധപ്പെട്ടുള്ള പ്രമാണബദ്ധമായ തീരുമാനം സ്വീകരിക്കാൻ കഴിയാതെ കണ്ണൂരില് മട്ടന്നൂരിൽ നിന്ന് മറ്റൊരു മൗലവി ഹദീസിനെ കള്ളപ്രചാരണം നടത്തി രംഗത്ത് വരികയാണ്. സ്വാഭാവികമായിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ ഹദീസിൽ സംശയം വരുന്നു, ഹദീസിനെ നിഷേധിക്കുന്നു. മുജാഹിദ് വിഭാഗം നടത്തിയ സമ്മേളനത്തിൽ വെച്ച് ആധികാരികമായി സീനിയർ മൗലവി ഹദീസിനെ നിഷേധിക്കുന്നു. ഇത് വന്നപ്പോൾ ഇവർക്ക് പുസ്തകം എഴുതേണ്ടി വന്നു. അങ്ങനെ പുസ്തകം എഴുതിയപ്പോൾ അവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. എന്താ തുറന്ന് സമ്മതിച്ചത്? ഇവർ ഓറിയന്റലിസ്റ്റുകളുടെയും മോഡേണിസ്റ്റുകളുടെയും ആശയത്തെ സ്വീകരിച്ച ഹദീസ് നിഷേധികളിൽ ഒന്നാമത്തത് മുഹമ്മദ് അബ്ദുവാണ് പറയേണ്ടി വന്നു. എന്നിട്ട് അവർ എഴുതിയാണ് ഈ ശിർക്കിനെ എതിർക്കുന്ന വിഷയത്തിൽ സലഫിന്റെ പാത പിൻപറ്റിയ ഇദ്ദേഹം ഹദീസിനെ നിഷേധിച്ചു പോയത് വല്ലാത്ത അത്ഭുതമാണ് എന്ന്. അത് അത്ഭുതമല്ല. ഹദീസിനെ നിഷേധിക്കുന്ന മതയുക്തിവാദം ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് സുന്നികളെ മുശ്രിക്കാക്കിയത്, ഇബാദത്തിനെ ദുർവ്യാഖ്യാനിച്ചത്. അത് നമ്മൾ അന്നേ പറഞ്ഞതാണ്. സാക്ഷാൽ മുജാഹിദുകൾക്ക് വരെ ഇന്ന് അതിനെ സ്വീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ലോകത്ത് പിന്നീട് പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുള്ള എത്ര ഹദീസ് നിഷേധികൾ ഉണ്ടായിട്ടുണ്ട്. അബൂ റയ്യയെ പോലെ ഇന്ന് കേരളത്തിൽ മട്ടന്നൂരിൽ നിന്ന് ഉദയം കൊണ്ടിട്ടുള്ള പുതിയ മൗലവി, ആ മൗലവി പറയുന്ന ഹദീസ് നിഷേധത്തിന്റെ മുഴുവൻ വാദങ്ങളും ഒരു കാലത്ത് മുഹമ്മദ് അബ്ദുവും അദ്ദേഹത്തിൽ നിന്ന് ആശയം സ്വീകരിച്ച അബൂ റയ്യയെ പോലെയുള്ള ആധുനിക ഹദീസ് നിഷേധത്തിന്റെ വാക്താക്കൾ പറഞ്ഞത് മാത്രമാണ്. ആരാണ് ഇതിന് പേരുണ്ടാക്കി കൊടുത്തത്? ഇവിടത്തെ ഈ ആധുനിക മൂവ്മെന്റുകൾ. ജമാഅത്തുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് നമ്മൾ അന്നേ പറഞ്ഞു അദ്ദേഹം പാശ്ചാത്യ ഏജന്റാണ് എന്ന്. എന്നാൽ കേരളത്തിലെ സലഫികൾക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ MI സുല്ലമി എന്നവരുടെ നേതാവ് പറയാണ് ജമാഅത്തുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരു സലഫിയെ ഗൾഫ് രാജ്യങ്ങളിൽ കാണാൻ സാധ്യമേയല്ല. എന്തുകൊണ്ടാണ്? അവിടുത്തെ സലഫുകളും ഇഖ്വാനികളും ഇയാളെ പാശ്ചാത്യ ഏജന്റായിട്ടാണ് കണക്കാക്കുന്നത്. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? ഈ ജമാഅത്തുദ്ദീൻ അഫ്ഗാനിയെ സ്വീകരിച്ചിട്ട് നിങ്ങൾ ഇവിടെ മുസ്ലിമീങ്ങളെ കാഫറാക്കല്ല. ഈ ജമാഅത്തുദ്ദീൻ അഫ്ഗാനിയെ സ്വീകരിച്ചിട്ട് ഇസ്ലാമിനെ വക്രീകരിക്കരുതേ. ഇതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഴഞ്ചന്മാരായി മാറി. പ്രമാണബദ്ധമായി മറുപടി പറയാതെ പഴഞ്ചൻ, പിന്തിരിപ്പൻ എന്ന ആളുകളെ, ആധുനിക മനുഷ്യരെ നമ്മളിൽ നിന്ന് അകറ്റുന്ന വാക്കുകൾ ഉപയോഗിച്ചു. പക്ഷെ അവസാനം ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു. സാക്ഷാൽ റഷീദ് റിള, ആ റഷീദ് റിളയുടെ അൽമനാറാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേര്. ആ വേരിനെയാണ് മുജാഹിദ് വിഭാഗത്തിന്റെ 2002-ലെ സുവനീർ പോലും ആ വേരിനെയാണ് പിഴുതു കളയുന്നത്. റഷീദ് റിളയെ കുറിച്ച് അവർ പറയുന്നു മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനായിട്ട് അറിയപ്പെട്ട റഷീദ് റിള ആദ്യകാലത്ത് അബ്ദുവിന്റെ അഖ്ലാനി ചിന്താഗതിക്ക്, എന്താ അഖ്ലാനി എന്ന് പറഞ്ഞാൽ യുക്തിവാദം, ആ തനി യുക്തിവാദത്തിന്റെ പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രവണതയിൽ ആകൃഷ്ടനായിരുന്നു. ആര്? റഷീദ് റിള മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനാണ്. എന്നിട്ട് മരിക്കാൻ സമയത്ത് അദ്ദേഹത്തിന് കുറച്ചൊക്കെ മാറിയെങ്കിലും ഈ ആശയത്തിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല. ആര്? റഷീദ് റിള. ഇവരുടെ ആശയത്തിന്റെ ആണിക്കല്ലുകളായ സ്രോതസ്സുകളെ, ആ ജനറേറ്ററുകളെ തന്നെ വെള്ളമൊഴിച്ച് ഊതിക്കെടുത്തുകയാണ് മുജാഹിദിന്റെ സുവനീറുകൾ തന്നെ ചെയ്തിട്ടുള്ളത്. അവസാന കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലത്ത് സാക്ഷാൽ സക്കരിയ സ്വലാഹി, മുജാഹിദ് പ്രസ്ഥാനം ഏതാണ്ട് 100 കൊല്ലത്തോടടുത്തപ്പോ സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ ഒരു വിമോചന നേതാവായിട്ട് അറിയപ്പെട്ടയാളാണ്. അദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്നറിയോ? ഞാൻ കൂടുതൽ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ നമുക്ക് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ സലഫിന്റെ മാതൃകയെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. 2022-ൽ അൽ ഇസ്ലാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂക്ഷ്മത കുറവ് കാരണം ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നിരവധി വീഴ്ച വന്നിട്ടുണ്ട്. അതേ നമ്മളും പറഞ്ഞത്. ആ സൂക്ഷ്മത കുറവിലാണ് ഒരു നൂറ്റാണ്ട് കാലം ഈ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങൾ പറ്റിച്ചത്, വഞ്ചിച്ചത്. നമ്മൾ അറിയണം അന്ന് ആരാ ഇവിടെ കോട്ട കെട്ടി അവരെ നമുക്ക് സംരക്ഷണം നൽകിയത്? നമ്മുടെ ഉലമായിന് ഇവിടെ എന്തെങ്കിലും പിന്തുണകൾ ഉണ്ടായിരുന്നു? രാഷ്ട്രീയമായ സൗകര്യങ്ങൾ മുഴുവനും മറുഭാഗത്താണ്. അന്ന് ബ്രിട്ടീഷുകാർ മുജാഹിദുകളെ സഹായിച്ചിരുന്നു. മലബാർ സമരം കഴിഞ്ഞതിന് ശേഷം മലബാറിലെ മാപ്പിളമാർക്ക് ശരിയായ മതം പഠിപ്പിക്കാൻ, ബ്രിട്ടീഷുകാരൻ ആഗ്രഹിക്കുന്ന മതം പഠിപ്പിക്കാൻ ബ്രിട്ടീഷുകാരൻ മലപ്പുറത്ത് ഒരു ട്രെയിനിങ് കോളേജ് തുടങ്ങിയിരുന്നു. ആ ട്രെയിനിങ് കോളേജിലേക്ക് മലബാറിലെ മൊല്ലമാരൊക്കെ വിളിച്ചു വരുത്തി. ആ മൊല്ലമാർക്ക് ശരിയായ ദീന് പഠിപ്പിക്കൽ ആര്? ബ്രിട്ടീഷുകാരൻ പഠിപ്പിക്കുന്ന ശരിയായ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും?
ആ ദീന് പഠിപ്പിക്കാൻ അവരാരെയാ ഏൽപ്പിക്കുന്നത്? CN അഹമ്മദ് മൗലവി എന്ന ആദ്യത്തെ മുജാഹിദുകാരനും പിന്നീട് ഹദീസ് നിഷേധിയുമായ ആളെ, പുളിക്കൽ അഹമ്മദ് മൗലവി എന്ന മുജാഹിദ് നേതാവിനെ. എന്താ മുജാഹിദ് നേതാക്കളെ മാത്രം വിളിക്കാൻ കാരണം? അവർക്കറിയാം ബ്രിട്ടീഷുകാരൻ ആഗ്രഹിക്കുന്ന ഒരു മതത്തെ പരിചയപ്പെടുത്താൻ ഇവിടെ സാധ്യമാകുന്നത് ആർക്ക് മാത്രമാണ്? ഈ പറയപ്പെട്ട മുജാഹിദ് നേതാക്കൾക്ക് മാത്രമാണ്. അല്ലേ? ഇവിടെയുള്ള പാരമ്പര്യത്തോടുള്ള നിഷേധം ഉണ്ടാക്കുക അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ സഹായിച്ചിട്ടുണ്ട്. 1855 മമ്പറത്തെ തറമ്പൽ പള്ളിയിലെ ജാറം പൊളിക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ മജിസ്ട്രേറ്റ്, അന്നത്തെ ഉത്തരവാദപ്പെട്ട ബ്രിട്ടീഷ് അധികാരികൾ കത്ത് കൊടുത്തയക്കുന്നുണ്ട്. എന്താ കത്തിന്റെ പ്രധാനപ്പെട്ട മൂലഹേതു എന്താണ്? ഈ മക്ബറയിൽ വന്നുകൊണ്ടാണ് മുസ്ലിങ്ങളായ ആളുകൾ പ്രാർത്ഥന നടത്തിയിട്ട് അവർ ഇന്ധനം സ്വീകരിക്കുന്നത്. മക്ബറയിൽ വന്നിട്ട് റബ്ബിനോട് ദ്വാരക്കുന്നു, തവസ്സുലാക്കുന്നു, അവിടെ നിന്ന് ആത്മീയ ഇന്ധനം സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ആ ബന്ധത്തെ, പാരമ്പര്യത്തിന്റെ ബന്ധത്തെ മുറിച്ചു മാറ്റണം. അതിന് ബ്രിട്ടീഷുകാരന്റെ മക്ബറകൾ പൊളിക്കൽ ബ്രിട്ടീഷുകാരന്റെ ആവശ്യമായതുപോലെ തന്നെ കേരളത്തിൽ അത് വഹാബിയുടെയും ആവശ്യമായിരുന്നു. രണ്ടു കൂട്ടരും ഈ വിഷയത്തിൽ ഒന്നാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ ഈ പറയപ്പെട്ടിട്ടുള്ള 3 വിഭാഗം, 3 നേതാക്കന്മാർ, അവരിലൂടെ പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഓരോ വാദങ്ങളും, ഹദീസ് നിഷേധമാകട്ടെ, സ്വഹാബികളെ അംഗീകരിക്കാതിരിക്കലാവട്ടെ, തഖ്ലീദ് വിരോധമാകട്ടെ, ഇബാദത്തിലെ അട്ടിമറിയാവട്ടെ, ഈ 4 കാര്യങ്ങളും അവർ പഠിച്ചതും പകർത്തിയതും ആരിൽ നിന്നാണ്? ഇവിടെയുള്ള ഈ പറയപ്പെട്ട 3 ആളുകളിൽ നിന്നാണ്. അവരാണെങ്കിലോ ഹദീസ് നിഷേധികളാണ് എന്ന് ഇവർക്ക് ഇന്ന് തുറന്നു സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവർ ഹദീസ് നിഷേധികളെ പറ്റിയിട്ട് ഒരു പഠനം, എന്താ പഠനം എന്നറിയോ? കേരളത്തിലെ ഹദീസ് നിഷേധികളായിട്ട് അറിയപ്പെട്ട പണ്ഡിതർ 3 പേരാണ്. ആരൊക്കെയാ 3 പേര്? ആരൊക്കെയാണ് ഹദീസ് നിഷേധികളായിട്ട് കേരളത്തിൽ അറിയപ്പെട്ട 3 പേര്? ഒന്ന് സാക്ഷാൽ CN അഹമ്മദ് മൗലവി, രണ്ടാമത്തത് ചേകനൂർ മൗലവി, മൂന്നാമത്തത് അബ്ദുസ്സലാം മൗലവി. ഈ 3 പേരും ആരാണ്? 3 പേരും മുജാഹിദുകളായിരുന്നു. മുജാഹിദ് ആശയത്തിന്റെ പിറകെ കൂടിയവരാണ്. മുജാഹിദ് ആശയമാണ് ഈ 3 പേരെയും ഇതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ മാനദണ്ഡം? എന്തായിരുന്നു ഹദീസ് നിഷേധിക്കാൻ? സ്വന്തമായിട്ട് അവർ ഇജ്തിഹാദിനെ പ്രേരിപ്പിക്കുകയും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെ തള്ളുകയും ചെയ്യുക. ഇത് ഈ 3 മുജാഹിദുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ലല്ലോ. ഈ 3 മുജാഹിദുകളിൽ മാത്രമല്ല, മുഴുവൻ മുജാഹിദിന്റെ ഉള്ളിലും ഒരു ഹദീസ് നിഷേധത്തിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാകും. എന്താണ് ഹദീസ് നിഷേധത്തിന്റെ പ്രത്യേകത? തങ്ങളുടെ ബുദ്ധിക്ക് സ്വീകരിക്കാത്ത കാര്യങ്ങളെ തള്ളിക്കളയുക. അതുകൊണ്ടാണ് അവർ തബറുക്കിനെ നിഷേധിക്കുന്നത്, തവസ്സുലിനെ നിഷേധിക്കുന്നത്, മന്ത്രം, ഉറുക്ക്, പിഞ്ഞാണമെഴുത്ത്, ബറക്കത്ത്, ഇസ്തിഗാസ, ഇതിനൊക്കെ നിഷേധിക്കുന്നത് ഇവരുടെ ഉള്ളിൽ ഈ ബുദ്ധിക്ക് യോജിക്കായ്മ ഉണ്ടാകുമ്പോഴാണ്. അവരതല്ലേ പറയാറുള്ളത്? ബുദ്ധിക്ക് യോജിക്കായ്മ ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? അങ്ങനെ ബുദ്ധിക്ക് യോജിക്കാത്തതിന്റെ പേരിൽ ഇവർ തള്ളിയത്. ഇത് ഈ മൗലവിമാർ മാത്രമാണോ? അല്ല. ഇവരെന്തിനെയൊക്കെ തള്ളി? മഹദി ഇമാമിന്റെ ആഗമനത്തെ തള്ളി, ഹജറുൽ അസ്വദിന്റെ പുണ്യത്തെ തള്ളി. ഹജറുൽ അസ്വദ് വെറും കല്ലാണെന്ന് പറഞ്ഞു. ഇത് ഇവർ മാത്രം പറഞ്ഞതാണോ? മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും വലിയ കാരണവരായിട്ട് കരുതപ്പെട്ടിരുന്ന ഒരു വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന ആൾ, അയാൾ പറഞ്ഞു മഹദിയുടെ ആഗമനം എന്ന് പറയുന്നത് ഒരു കള്ളക്കഥയാണ്, അത് ഷിയ വിശ്വാസമാണ്. ഇന്നിപ്പോൾ ഒരു കൂട്ടർ മഹദിയുടെ ആഗമനം ശരിയാണെന്ന് പറയുന്നു. ഇല്ലേ? ഹജറുൽ അസ്വദ് അതൊരു സാധാരണ കല്ലാണ്, ഹജറുൽ അസ്വദിന് പ്രത്യേകം ഒരു പുണ്യമൊന്നുമില്ല, അതൊരു സാധാരണ കല്ലാണ് എന്ന് ഇവർ ആദ്യകാലത്ത് ഇവരൊക്കെ പിളരുന്നതിന്റെ മുമ്പ് മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന പേരിൽ പുസ്തകമുണ്ടാക്കി. ആ പുസ്തകത്തിൽ ഇവർ എഴുതി ഹജറുൽ അസ്വദ് സാധാരണ കല്ലാണ്, അതിന് പ്രത്യേകിച്ചൊരു പുണ്യവുമില്ല. ഇതെല്ലാം മുജാഹിദിന്റെ ഉള്ളിലുമുള്ള ഒരാശയമാണ്. അതിന്റെ ഫലമായിട്ട് അവർ നിഷേധിച്ചു. സ്വഹാബത്തിനെ തള്ളേണ്ടി വന്നു. ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് സ്വഹാബത്തിനെ തള്ളിയവരാണ് ഇവർ. ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട്, ഇല്ലേ? സ്വഹാബത്തിൽ സ്വഹീഹ് ബുഖാരിയിലെ 916-ാമത്തെ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ജുമുഅയ്ക്ക് 2 ബാങ്ക്. ആ 2-ാം ബാങ്കിനെ ഇവർ നിഷേധിച്ചു. അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞു. അതുണ്ടാകാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിപ്പിച്ചിട്ടുണ്ടല്ലോ, ഉമർ പറഞ്ഞാലും ശരി സ്വീകരിക്കാൻ പാടില്ല. ഇവരുടെ വാദമാണ്. ഈ സ്വഹാബത്തിനെ തള്ളലും അതുപോലെ ഹദീസ് നിഷേധവും ഇവരെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു? സ്വന്തമായിട്ട് ഇവർക്ക് ഇജ്തിഹാദിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് എത്രത്തോളമാണ് അവർ പറഞ്ഞത്? മതത്തെ നവീകരിക്കണം, പുതിയ കാലത്തിനനുസരിച്ചുകൊണ്ട് മതത്തെ പുതിയ കാലത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തണം. എന്നിട്ട് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു മതത്തെ ഉണ്ടാക്കണം. എന്നിട്ട് അതിനുവേണ്ടി അവർ ചെയ്ത പണി എന്താണ്? കാലത്തിനനുസരിച്ചുകൊണ്ട് മതത്തെ മാറ്റാൻ വേണ്ടി എല്ലാവരെയും മുജ്തഹിദുകളാക്കി മാറ്റി. ആദ്യകാലത്ത് അവരുടെ പുസ്തകം, ഇവരുടെ MI സുല്ലമി തന്നെ എഴുതിയിട്ടുണ്ട്, മുജാഹിദുകൾ എല്ലാവരും മുജ്തഹിദുകളാണ്. മുജാഹിദിന്റെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകർ, പ്രഭാഷകർ എല്ലാവരും മുജ്തഹിദുകളാണ്. അവർ പറയാണ്, നമ്മുടെ മസ്ജിദുകളിലെ 100 കണക്കിന് ഖത്തീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജംഇയ്യത്തുൽ ഉലമയുടെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണ്. അവർ അഭിമാനമായിട്ട് പറഞ്ഞതാണ്.
അങ്ങനെ അക്കാലം വരെ ഇല്ലാതിരുന്ന പുതിയ ഇജ്തിഹാദ് ഓരോരുത്തർക്കും ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതെവിടെയാ കൊണ്ടുപോയി എത്തിച്ചത്? ഓരോ വിഭാഗവും വന്ന് മറുവിഭാഗത്തെ കുഫ്ർ ആരോപിക്കാൻ തുടങ്ങി. 921 വന്ന് മുജാഹിദുകാർ പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പുള്ളവരൊക്കെ മുശ്രിക്കാണ്. 941 ജമാഅത്ത് ഇസ്ലാമി വന്നു, അവർ പറഞ്ഞു സുന്നിയും മുശ്രിക്കാണ്, മുജാഹിദും മുശ്രിക്കാണ്. 970കളിൽ ശേഖരൂർ മൗലവി വന്നു, സുന്നിയും മുജാഹിദും ജമാഅത്തും മുശ്രിക്കാണ്. അല്ലേ? അതല്ലേ ഉണ്ടായത്? 2002 മുജാഹിദ് പിളർന്നു, രണ്ടറ്റത്ത് നിന്നു. ഒരു കൂട്ടർ പറഞ്ഞു ഇവർ മുശ്രിക്കാണ്, മറുകൂട്ടർ പറഞ്ഞു മറ്റുള്ളവർ മുശ്രിക്കാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ഗതിയിലേക്ക് എത്തി? മദ്ഹബിനെ നിരാകരിക്കുക, പണ്ഡിതന്മാരെ അംഗീകരിക്കാതിരിക്കുക. ഈ ഗതി തുടർന്നപ്പോൾ അവസാനം 2012 ഇവര് പൊട്ടിപ്പിളർന്ന് തകർന്നു പോയപ്പോൾ, തൗഹീദും ശിർക്കും തിരിയാതെ പോയപ്പോൾ അവസാനം ഇവർക്ക് തന്നെ പറയേണ്ടി വന്നു ഇനി മുതൽ ഇജ്തിഹാദ് നിർത്തിവെക്കണം, എല്ലാവരും കൂടി ഇജ്തിഹാദ് നടത്താൻ പാടില്ല, നിർത്തിവെക്കണം എന്ന് പറയേണ്ടി വന്നു. എന്താണ് പറഞ്ഞത്? അവർ എഴുതിയാണ്, ഇജ്തിഹാദ് അൽ-മനാറിൽ രേഖപ്പെടുത്തുകയാണ്, ഇജ്തിഹാദ് വർദ്ധിക്കുകയാണ്. സംഘടനയോട് കൂടിയാലോചിക്കാതെ സ്വന്തം നിലക്ക് ഫത്വ നൽകാനും വ്യാഖ്യാനിക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് ഭയാനകരമായ വിപത്തുകൾ ഉണ്ടാക്കും. സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് പണ്ഡിത സഭയുമായിട്ടൊന്ന് കൂടിയാലോചിക്കണം. വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ പിന്നീട് തിരുത്താൻ മറ്റു പണ്ഡിതന്മാർ ഓടി നടക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതല്ലേ വഹാബികളെ 100 കൊല്ലമായിട്ട് നമ്മൾ പറയുന്നത്? ഇസ്ലാമിനെ സ്വീകരിക്കാൻ വിശ്വാസം മനസ്സിലാക്കണോ? അഖീദയുടെ സരണി ഇവിടെയുണ്ട്. കർമ്മങ്ങൾ വേണോ? മദ്ഹബുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആധ്യാത്മികത വളർച്ചയുണ്ടാകണോ? തസവുഫ് ഇവിടെയുണ്ട്. ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട്, ഒരു നിയന്ത്രണ രേഖയുണ്ട്. ഇതിന്റെ പുറത്തു പോയിട്ട് ഞങ്ങൾ സ്വന്തമായി ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ഓരോരുത്തരും ഫത്വ കൊടുക്കാൻ തുടങ്ങി. ആ ഫത്വ കൊടുക്കാൻ തുടങ്ങി ഓരോരുത്തരും മുജ്തഹിദായതിന്റെ അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നത് സാക്ഷാൽ മുജാഹിദുകൾക്ക് തന്നെയാണ്. ആ തഖ്ലീദ് വിരോധം ഇങ്ങനെ സ്വന്തമായി ഓരോരുത്തരും അവനവൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് സംഘടനയെ അസ്ഥിരപ്പെടുത്തി എന്ന് അവസാനം ഒരു പറയാണ്. അൽമനാർ 2015 ആഗസ്റ്റിൽ പറയാണ്, നേതാക്കളുടെ പ്രസ്താവനക്ക് അനുയായികൾ ഒരു വിലയും കൊടുക്കുന്നില്ല. എങ്ങനെ വില കൊടുക്കുക? ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിനുള്ള വിലയില്ല, ബുഖാരി ഇമാമിന്റെ അഭിപ്രായത്തിന് വിലയില്ല, പിന്നെ മുജാഹിദ് നേതാവിന്റെ അഭിപ്രായത്തിന് വില ഉണ്ടാവോ? അതിലവർ പരിഭവം. അതുകൊണ്ട് ഇനി ആരും ഇജ്തിഹാദ് നടത്തരുതേ, പണ്ഡിത സഭയോട് ചോദിക്കണം. നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പണ്ഡിത സഭയോട് ചോദിക്കണം എന്നല്ല, അയിമ്മത്തിനോട് ചോദിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർക്ക് എന്തെങ്കിലും ഒരു മസലയിൽ നമ്മളൊരു ഫത്വ ചോദിച്ചാൽ ആ ഫത്വ അവരെങ്ങനെ അഭിപ്രായം പറയാ? എനിക്കങ്ങനെ തോന്നുന്നു എന്നാണോ പറയാ? അല്ലല്ലോ. ഉലമാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കിതാബുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാ, അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു മാർഗരേഖയും ഒരു രീതിശാസ്ത്രവും ഉണ്ട്. ആ രീതിശാസ്ത്രത്തെ പിന്തുടരണമെന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.